ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്ന് 5-6 ജില്ലക്കാർ ഒരുമിച്ച് കൂടിയപ്പം ഞങ്ങൾ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പപ്പായ പഴുക്കാത്തത് കാരണം ഞങ്ങൾ മാംഗോ ജ്യൂസാക്കി മാറ്റിയത്. മാങ്ങായും പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഐശ്വര്യയാണ് ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം കളറാക്കുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ. ഇവരെക്കാളൊക്കെ പ്രായം എനിക്കുണ്ടെങ്കിലും ഇവരുടെ കൂടെ ചേർന്ന് ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഫ്രണ്ട്സാണ്. ഇവർ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. എന്തായാലും ജ്യൂസൊക്കെ അടിച്ചു. നല്ല ജ്യൂസാണെന്ന് കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. ഞങ്ങളിനി അത് ഗ്ലാസ്സിലേക്ക് മാറ്റി ഡെക്കറേഷനൊക്കെ ചെയ്ത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം. ഇത്രയും ജ്യൂസ് എല്ലാവർക്കും കൂടെ തികയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലാണ് ഇപ്പോൾ ഐശ്വര്യം നിൽക്കുന്നത്. പക്ഷേ ഗ്ലാസ്സൊക്കെ ഞങ്ങൾ നിരത്തി വെച്ചു. കറക്റ്റ് അളവിലൊക്കെ ഐശ്വര്യ ഒഴിച്ചു. എല്ലാവർക്കും തികയും കേട്ടോ. ഐശ്വര്യ കറക്റ്റ് തികയുമെന്നൊക്കെ പറഞ്ഞു. ഐസ്ക്രീമും ക്യാഷും ഒക്കെ ഇടുന്നുണ്ട് ഇതിന് ഡെക്കറേഷനായിട്ട്. കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് അതൊക്കെ. എന്തായാലും ഇതിങ്ങനെ ഒന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എന്ന് നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കുന്നത് വേറൊരു രീതിയിലല്ലേ, ഈ രീതിയും കൂടെ നമുക്കൊന്ന് പരീക്ഷിക്കാം. അങ്ങനെ എല്ലാം സെറ്റായി. ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് എടുത്തു. ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റാണ്. ഇത് ആദ്യമേ കുടിച്ചിട്ടിരിക്കുമോ, ഞങ്ങളൊക്കെ പതുക്കെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ.